തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉപ്പാപ്പ വുളൂ ചെയ്യാൻ നിസ്കരിക്കാൻ ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെയാണ് താഴെ കാണുന്നത്. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ സന്താന പരമ്പരയിൽ ഹിജ്റ 569 ഷഅബാൻ 29 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് ജനനം. 4-ാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 7-ാമത്തെ വയസ്സിൽ ഹാഫിളാണ്. അള്ളാഹു താല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ പഠിപ്പിക്കുന്ന മക്കളെയൊക്കെ നല്ല ഉഹ്റവിയായ ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾ, ആശിഖീങ്ങൾ, മാദിഹീങ്ങൾ, അതിലുപരി സൽസ്വഭാവികളാക്കി തരട്ടെ. ശേഷം 2 കൊല്ലം ഉമ്മാൻ്റെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് നീണ്ട ഒരു 12 വർഷക്കാലം തുടർച്ചയായി ദീനീ പഠനത്തിലായി മാത്രം ചെലവഴിക്കുന്നുണ്ട്. അല്ലേ? എത്ര കൊല്ല ഇവിടെ ചേട്ടാ? 12 കൊല്ലം. എങ്ങനെ പഠിച്ചേ? തുടർച്ചയായിട്ട്. തുടർച്ച എന്ന് പറഞ്ഞാൽ ഇടയിൽ ഗ്യാപ്പില്ല എന്നർത്ഥം. ഒറ്റ ദിവസം ലീവില്ല. പഠിക്കാനായിട്ട് പോയി. പഠനം കഴിഞ്ഞ് തിരിച്ച് ഇൻഷാ അല്ലാഹ് ഉമ്മാൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ 12-ാമത്തെ കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഉപ്പാപ്പാൻ്റെ പ്രത്യേകത, ഒരു പ്രാവശ്യം അല്ലേ 2 പ്രാവശ്യം മനപ്പാടാണ് കേൾക്കുന്നത്. 1-ഓ 2-ഓ പ്രാവശ്യം കേട്ടാൽ അത് മനപ്പാടാണ്. അങ്ങനെയുള്ള ഉപ്പാപ്പയാണ് 12 കൊല്ലം തുടർച്ചയായിട്ട് പഠിക്കുന്നത്. അതിനുശേഷം ഖാജാ തങ്ങൾ ഉപ്പാപ്പ അജ്മീർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ വളർത്തുമകനുണ്ട് ഡൽഹിയിലെ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ച ഓരോ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. അപ്പോൾ എത്ര കൊല്ലം പഠിച്ചു എന്ന് പറഞ്ഞേ? അപ്പം നമ്മളും 12 കൊല്ലമൊന്നും ഇല്ലെങ്കിൽ ഒരു 9 കൊല്ലമൊക്കെ പഠിച്ചു സാധാരണ നിലക്ക്. അതിലൊരു 7-8 കൊല്ലം ഉസ്താദിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ 12 കൊല്ലം പഠിക്കുമ്പോൾ നമ്മളെ സെലക്ട് ചെയ്തത് ആരാന്നറിയോ? ഉസ്താദ് സെലക്ട് ചെയ്ത് ആരാ? നമ്മളെ മുത്തഅല്ലിം ആവാൻ വേണ്ടി സെലക്ട് ചെയ്ത് ആരാ? അല്ലാഹു തആല മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അപ്പോൾ അല്ലാഹു തആല തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. ആ സെലക്ഷൻ നമുക്ക് കിട്ടി. ഇനി അത് നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കാരണം ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്, എന്ത്, നിങ്ങൾ മൗലവിമാരാകുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. കാരണം ഒരു 10 ആൾ നന്നായി പോകില്ലേ. അതുകൊണ്ട് മനുഷ്യന്മാരെ നന്നാവാൻ, ആദം സന്തതികളെ നന്നാവാൻ ആരയക്കൂല? ഇബ്ലീസ് അയക്കൂല, പ്രത്യേകിച്ച് മൗലവിമാർ. അപ്പോൾ ഈ അല്ലാഹു തആല സെലക്ട് ചെയ്ത് ചവിട്ടി പുറത്താക്കൽ ആരാവശ്യമാണ്? ഇബ്ലീസിൻ്റെ ആവശ്യമാണ്. അപ്പം ഇങ്ങനെ തോന്നിക്കും, ഈ ദർസ് വലിയ സുഖമില്ല കേട്ടാ, ഈ ഉസ്താദുമാർ ഭയങ്കര സ്ട്രോങ് ആട്ടാ, ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല കേട്ടാ, ചിലവ് മോശമാട്ടാ, പരിപാടികൾ കുറവാട്ടാ. ഇതിങ്ങനെ ഇബ്ലീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തോന്നിക്കും. എന്നിട്ട് വേറെ കുറേ ദർസുകൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അല്ലേ? അത് കാണും. എന്നാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മളവിടെ പോവോ? ഇവിടുന്ന് ഇറക്കലാണ് ആരാവശ്യം? ഇബ്ലീസിൻ്റെ ആവശ്യം. അതിനിങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ തന്നിട്ട് നമ്മൾ അവിടുന്ന് എങ്ങനെങ്കിലുമൊക്കെ ചാടിക്കാൻ നോക്കും. ചാടാതെ പിടിച്ച് നിന്നോ വിജയിക്കും. വബില്ലാഹി തൗഫീഖ്. സംശയമില്ല അതിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഇടയിൽ വെച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോരുത്. തുടങ്ങിയവർ തീരുന്നവരെ ഇൻഷാ അല്ലാഹ് വേണം. അത് ഉസ്താദിൻ്റെ അടുത്ത് എത്ര കാലമാണോ ഓതേണ്ടത് അത് നല്ല റാഹത്തോടെ തഹ്ഖീഖായിട്ട് ഓതുക. അതോടൊപ്പം ഏതെങ്കിലും ഒരു ബിരുദെടുക്കൽ നിർബന്ധം. എനിക്കൊക്കെ തേഞ്ഞിക്കണിഞ്ഞ് ബിരുദം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു ചട്ട ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയ ഫലം കിട്ടണമെങ്കിൽ ആ ഇജാസത്ത് വേണം. അല്ലെങ്കിൽ 150 വട്ടം ഓതിയിട്ടും കാര്യമില്ല. എന്താ? ആ ഉസ്താദുമാരെ പൊരുത്തവും സമ്മതം ആ പരമ്പര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുട്ടുമ്പോഴാണ് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ഒന്ന് തടവിയാൽ അതിന് അസറ് കിട്ടുക. അപ്പോൾ ആ അസറ് വേണോ? പഠിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ഹൈറുള്ള ഒരു ബിരുദം എടുക്കുക. ഉസ്താദുമാരെ ആ അനുസരിച്ച് ആ പൊരുത്തത്തിലായി, ആ തർബീയത്തിലായി അവരെന്താണോ പറയുന്നത് ആ രീതിയിലനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പഠനം കഴിഞ്ഞ്